വിൻസി, ഇത് ഈ സിനിമ ഫ്രട്ടേണിറ്റിയിലെ അല്ലെങ്കിൽ ഈ സംഘടനകൾക്ക് ഒരു ഔദ്യോഗികമായി ഒരു പരാതി നൽകുക എന്നതിനപ്പുറം നിയമപരമായ ഒരു പരാതിയിലേക്ക് പോകണമെന്ന് വിൻസി എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, ഇനി ആലോചിക്കുന്നുണ്ടോ? ഇല്ല, നിയമപരമായിട്ട് പോകാനൊന്നും എനിക്ക് താല്പര്യമില്ല. ഇപ്പോൾ ഈ സംഘടനാപരമായിട്ട് തന്നെ പോയിട്ട് തന്നെ ഐ എം വെരി ഡിസപ്പോയിൻറ്റഡ് ബിക്കോസ് ഹൂ ഗേവ് ദ റൈറ്റ്സ് ടു ദാറ്റ് പേഴ്സൺ ടു സേ ദ നെയിം ആൻഡ് പുള്ളിക്കാരൻ്റെ നെയിമും അതുപോലെ സിനിമയുടെ നെയിം. അദ്ദേഹം ഒരു സിനിമയുടെ ഭാഗമല്ലേ. ഇതേ നടൻ്റെ പേര് പുറത്തു വന്നു കഴിഞ്ഞാൽ ആ നടൻ്റെ പേരിൽ റിലീസാവാൻ ഒരുങ്ങുന്ന സിനിമകൾക്കുണ്ടാവുന്ന ഇമ്പാക്റ്റ് അദ്ദേഹത്തിന് മനസ്സിലായി. അറ്റ്ലീസ്റ്റ് ആ വാക്കെങ്കിലും പാലിക്കാമായിരുന്നു. അദ്ദേഹം നടൻ്റെ പേര് ഊഹിക്കാതിരിക്കെ ഉറപ്പുവരുത്തേ, അത് മീഡിയകളുടെയും അവരുടെയൊക്കെ ജോലിയാണ്, അല്ലെങ്കിൽ ആളുകളുടെ ജോലിയാണ്. അതവർ ചെയ്യട്ടെ. പക്ഷെ വിശ്വാസം അർപ്പിച്ച ഒരാളുടെ അടുക്ക് അത് ഞാൻ പറഞ്ഞിട്ട് ഐ ഫീലിംഗ് വെരി ഡിസപ്പോയിൻറ്റഡ്. മോശമായിപ്പോയി. അത് പറഞ്ഞിട്ടുണ്ടെന്നാണ് നിങ്ങളൊക്കെ പറയുന്നത്. വിൻസി പറഞ്ഞ കാര്യം തന്നെയാണ് ഈ പ്രതികരണത്തിനിടയിൽ അദ്ദേഹവും പറഞ്ഞത്. അതായത് വിൻസി ആ സിനിമയെക്കുറിച്ച് വളരെ കൺസേൺഡ് ആയിരുന്നു. ആ സിനിമയ്ക്കോ ഒരു തരത്തിലും ആ സിനിമയുടെ അല്ലെങ്കിൽ മുന്നോട്ടുള്ള പ്രോജക്റ്റുകൾക്കോ ഒരു തരത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകും. എന്നിട്ട് നടന്റെ പേരും അദ്ദേഹം പറഞ്ഞില്ലേ? അതെ. എന്നിട്ട് സിനിമയുടെ പേരും ആ നടന്റെ പേരും അദ്ദേഹം പറഞ്ഞില്ലേ? സിനിമയുടെ പേര് കൃത്യമായി പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ആ പ്രോജക്റ്റ് ഈ സിനിമ എന്ന് പറഞ്ഞു. ഇപ്പം ഈ സിനിമയ്ക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് പറഞ്ഞു. ഉദ്ദേശിച്ചത് ഈ ഇങ്ങനൊരു വെളിപ്പെടുത്തൽ വിൻസി നടത്തുമ്പോൾ വിൻസിയുടെ മനസ്സിൽ ഇത് ഏത് രീതിയിൽ ആളുകളിലേക്ക് എത്തും, എന്ത് പരിഹാരം സാധ്യമാകും, അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിരുന്നു? അതായത് ഈ ആരാണ് വ്യക്തി, നടൻ ആരാണെന്നൊന്നും പറയുന്നില്ല, ഒരു വ്യക്തിക്കെതിരെ പരാതി പറയുന്നില്ല. ആ പരാതി പറയാതെ ഈ പ്രശ്നം പൊതുജനമധ്യത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ വിൻസി ഇതിനകത്ത് എന്ത് തരത്തിലുള്ള പരിഹാരമാണ് ഉദ്ദേശിച്ചിരുന്നത്? ഈ സോഷ്യൽ മീഡിയയിൽ ഞാൻ വീഡിയോ ഇട്ടതിൻ്റെ ഉദ്ദേശം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ പൊതുസമൂഹത്തിന് ഇട്ടുകൊടുത്ത് പൊതുസമൂഹം അയാളെ കണ്ടുപിടിച്ച് സിനിമയെ നന്നാക്കുക എന്നുള്ളതായിരുന്നില്ല. എൻ്റെ ഉദ്ദേശം വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ബോധമില്ലാതെ കമൻസ് ഇടുന്ന കുറേ പേരുണ്ട്. അതായത് ഒരാൾ ലഹരിക്കെതിരെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് ബോധമുള്ള ഓഡിയൻസ് എന്താ ചെയ്യണ്ടേ? അതിനെ സപ്പോർട്ട് ചെയ്യണം. അതല്ലാതെ ക്രിട്ടിസൈസ് ചെയ്യാനും കളിയാക്കാനും നിൽക്കുന്നത് എത്ര ബോധമില്ലായ്മ തരമാണ് എന്ന ആളുകൾക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കണമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അല്ലാതെ നടനെ വ്യക്തമാക്കി നടനെ കുരിശിലേറ്റി അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു കാര്യമായിട്ട് പറയുന്നത് ഇപ്പൊ ഇങ്ങനെ അറിയിക്കുമ്പോൾ വിൻസി ഇങ്ങനെ ഒരു കാര്യം വിൻസി പറയുമ്പോൾ പുകമറയിൽ നിർത്തരുത്, പലരിലേക്കും സംശയങ്ങൾ പോകുമെന്നൊക്കെയാണ് ചില വിമർശനങ്ങൾ വരുന്നത്. അതുകൂടി വിൻസി കണക്കിലെടുത്തിരുന്നു. പുകമറയും സംശയങ്ങൾ പല രീതിയിൽ പൊക്കോട്ടെ. ധൈര്യമുള്ള, ഇത് ഉപയോഗിക്കില്ല എന്ന് ധൈര്യമുള്ള നടന്മാർക്ക് ഒരു പേടിയും കാണില്ല. മനസ്സിലായോ? ഞാൻ എന്ത് പറഞ്ഞാലും അവരുടെ രോമത്തെ പോലും തൊടത്തില്ല. പിന്നെ ആർക്കാണ് ഈ വേവലാതി? ആളുകൾക്കോ? വിൻസി ഇക്കാര്യത്തിൽ ശക്തമായ ഒരു നിലപാടെടുത്തു. പ്രത്യേകിച്ച് ഈ ലഹരി ഉപയോഗത്തിന്റെ കാര്യത്തിൽ. ആ കാര്യത്തിൽ സിനിമാ സെറ്റിൽ ഉണ്ടായ സ്വന്തം തൊഴിലിടത്തിൽ ഉണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി പരിശോധിച്ചാൽ സമൂഹത്തിൽ ഈ ലഹരി ഉപയോഗം കൂടി വരികയാണ്. സിനിമയിൽ അല്ലെങ്കിൽ സിനിമാ സെറ്റുകളിലും ഒക്കെ ഇതിന്റെ ചില പ്രതിഫലനങ്ങൾ ഉണ്ടാകും. ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ ഈ ലഹരി ഉപയോഗം ഒരു അന്തസ്സോടെ ജോലി ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നില്ല എന്നുള്ള തോന്നൽ ശക്തമായി ഇപ്പോഴും തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. അതാണല്ലോ എനിക്കുണ്ടായ പ്രശ്നം. അന്തസ്സ് അല്ലെങ്കിൽ ഒരു അഭിനേതാവിൻ്റെ മാനം ചോദ്യം ചെയ്യപ്പെട്ടതാണ് ആ സിനിമയിലുണ്ടായ എനിക്ക് പ്രശ്നം. സിനിമേനെ ഞാൻ ഒരിക്കലും പറയില്ല, അത് അവരെന്നെ ഡീൽ ചെയ്ത രീതി അത്രയ്ക്കും ഐ എം താങ്ക്ഫുൾ ടു ദം. അത്രയ്ക്കും നല്ല രീതിയിൽ ഡീൽ ചെയ്തതായിരുന്നു. അവർക്ക് ഇങ്ങേരെ ഇറക്കി വിടാൻ പറ്റില്ലല്ലോ എന്നുള്ള ഒരു നിസ്സഹായാവസ്ഥ മാത്രമാണ് ഞാൻ അവിടെ കണ്ടത്. ബാക്കിയെല്ലാം ദ വർ പിൻ പോയിന്റ് പെർഫെക്റ്റ്. സോ യാ. വിൻസി ഇപ്പോൾ ആ സിനിമയിൽ IC ഉണ്ടാവുകയും അതിൽ വിൻസി ഇക്കാര്യം അറിയിക്കുകയും അവർക്ക് ഇപ്പോൾ വിൻസി പറഞ്ഞ കാര്യമാണ്, ഒരു പ്രോജക്റ്റ് മുന്നോട്ട് പോവുകയാണ്. നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ഒരാളെ പെട്ടെന്ന് ഒഴിവാക്കിയാൽ ആ പ്രോജക്റ്റ് അനുഭവിക്കുന്ന പ്രതിസന്ധിയൊക്കെ. അതിപ്പോൾ എല്ലാവരും കണക്കിലെടുക്കും. സാരമില്ല പോട്ടെ എന്ന് ചിലപ്പോൾ ഈ ബുദ്ധിമുട്ട് അനുഭവിച്ച ആൾ പോലും ചിലപ്പോൾ ചിന്തിച്ചു പോകും. അതൊന്നും സ്വാഭാവികമാണ്. അപ്പോൾ ആ സിനിമയുടെ ഭാഗത്ത് ഈ ICO അല്ലെങ്കിൽ അതിൻ്റെ ആളുകളൊക്കെ ഏത് രീതിയിലാണ് വിൻസിക്ക് പിന്തുണയായിട്ടുണ്ടായത്, തുടർന്ന് അങ്ങോട്ട് എങ്ങനെ മുന്നോട്ട് പോകുമെന്നാണ് അവർ പറഞ്ഞത്?
IC-യുടെ ഭാഗമായിട്ട് സിനിമയുടെ IC ഇപ്പം ഈ പറഞ്ഞ പോലെ സിനിമയുടെ IC നല്ല രീതിയിൽ എന്നെ പിന്തുണച്ചിരുന്നു. മെമ്പർ വന്നിട്ട് എനിക്ക് പരാതി ഉണ്ടോ എന്ന് കൃത്യമായി ചോദിച്ചറിഞ്ഞതുമാണ്. എൻ്റെ കാരവനിൽ വരികയും ഷീ ഫെൽറ്റ് സോറി ഫോർ മീ ആൻഡ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്നോട് മാപ്പ് ചോദിക്കുകയും സിനിമയുടെ പേരിൽ എന്നോട് മാപ്പ് ചോദിക്കുകയും പരാതിപ്പെടണം, എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടോ, ഉണ്ടെങ്കിൽ വ്യക്തമായി പറഞ്ഞോളൂ എന്ന് പറഞ്ഞതാണ്. പിന്നെ എനിക്ക് ഈ സിനിമയുടെ ഇത്രയും നല്ല രീതിയിൽ എന്നെ ഡീൽ ചെയ്യുന്ന ഒരു മൂവി സെറ്റ് ആളുകൾ, അവർക്ക് ഇയാൾ ഒറ്റൊരാളുടെ പേരിൽ ഒരു പരാതിപ്പെട്ടാൽ പിന്നെ അതിൻ്റെ അന്വേഷണങ്ങൾ ബാക്കി അങ്ങനെയൊക്കെ വെച്ചിട്ട് ഈ ഒരു സിനിമയുടെ ജേണി, ഒരു യാത്ര മുടങ്ങി പോകരുതെന്ന് എനിക്ക് വ്യക്തമായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ആണ് ഞാൻ പരാതിപ്പെടാതിരുന്നത്.